Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗിവവേകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Samsung M31 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ റീസെൻ്റ്ലി സാംസങ് M30s നല്ലൊരു വിജയകരമായൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ കുറേയും കൂടി ക്യാമറ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു ഫോണാണ് സാംസങ് M31. അപ്പോൾ അതിൻ്റെ ക്യാമറ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ക്വാഡ് ക്യാമറ ആയിട്ട് തന്നെയാണ് സാംസങ് M31 ഇറങ്ങിയിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും ചേർന്നാണ് ക്വാഡ് ക്യാമറ സാംസങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഫോണിൻ്റെ മൊത്തത്തിലുള്ളൊരു ക്യാമറ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, അതുപോലെ തന്നെ നമുക്ക് പ്രോ മോഡ്, പനോരമ, മാക്രോ മോഡ്, ഫുഡ്, നൈറ്റ്, സൂപ്പർ സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ് എന്നീ ഓപ്ഷനുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ AR, ഇമോജി, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിങ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് 4K വീഡിയോ സാംസങ് M31 റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ 4K വീഡിയോ എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എഫക്ട്സ് അതുപോലെ തന്നെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഒന്നും ലഭിക്കില്ല എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ഇൻബിൽറ്റ് ആപ്ലിക്കേഷനിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡിൽ തന്നെ നമുക്ക് വൈഡ് ആംഗിൾ ഓപ്ഷനും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ മോഡ്. പിന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തും നമുക്ക് 4K വീഡിയോ അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോയും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സാംസങ് M31 അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറേ സാമ്പിൾ ഇമേജസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് സാംസങ് M31 ഓവറോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ സ്ലോ മോഷൻ മോഡ്, നൈറ്റ് മോഡ് എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് സാംസങ് M31 വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു ക്യാമറ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും സാംസങ് M31. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് തന്നെ ഡേലൈറ്റ് കണ്ടീഷനിലുള്ള കുറച്ച് ഇമേജ് സാമ്പിൾസും വീഡിയോ സാമ്പിൾസും കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് നോർമൽ മോഡിലെടുത്ത കുറച്ച് ഇമേജസ് ആണ്. നമുക്കിവിടെ നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇമേജ് സൂം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവാനായിട്ട് സാധിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി ഇമേജാണ് സാംസങ് M31 നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ്. അപ്പോൾ തീർച്ചയായും നല്ല ഇമേജസ് തന്നെയാണ്. നമുക്ക് സൂം ചെയ്യുമ്പോഴും ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. നമുക്ക് 1-2 സാമ്പിൾ ഇമേജ് കൂടി നോക്കാം. ഇനി നമുക്ക് മാക്രോ മോഡിലെടുത്ത കുറച്ച് ഇമേജസ് നോക്കാം. അവിടെ നമുക്ക് നല്ല റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ ഫൈനായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് സാംസങ് M31 എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇമേജസാണ് തീർച്ചയായിട്ടും നമുക്ക് സാംസങ് M31 കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് വൈഡ് ആംഗിളും നോർമൽ ആംഗിളിലും എടുത്ത കുറച്ച് ഇമേജസ് നോക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നോർമൽ ആംഗിളിൽ എടുത്ത ഇമേജാണ്.
ഇവിടെ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വൈഡ് ആംഗിളിലെടുത്ത ഇമേജാണ്. നമുക്ക് വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് തീർച്ചയായിട്ടും ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും നല്ല ഒരു ക്വാളിറ്റിയിലുള്ള ഇമേജ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇമേജ് തന്നെയാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സാംസങ് M31 റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്ത കുറച്ച് വീഡിയോ സാമ്പിൾസ് നോക്കാം. നമ്മളിപ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ ഫുൾ HD എടുത്ത ഒരു വീഡിയോ സാമ്പിളാണ്. ഇത് നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലോ, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയർ ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ 4K റെസൊല്യൂഷനിലെടുത്ത ഒരു വീഡിയോ ആണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ആ ഒരു ഫ്രെയിം കുറവായതുകൊണ്ട്, അതായത് 30 ഫ്രെയിമിലാണ് നമുക്ക് 4K വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് വീഡിയോയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഒരു നല്ലൊരു റിസൾട്ട് തന്നെയാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ 4K വീഡിയോ വളരെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഫോണുകൾ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സാംസങ് M31 റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ്. അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ സ്ലോ മോഷൻ വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ സൂപ്പർ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സൂപ്പർ സ്ലോ മോഷൻ യൂസ് ചെയ്ത് എടുത്ത ഒരു വീഡിയോ സാമ്പിളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഡേ ലൈറ്റ് കണ്ടീഷനിൽ റിയർ ക്യാമറയിൽ വളരെ നല്ല ഇമേജസും വളരെ നല്ല വീഡിയോ റിസൾട്ടുമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അത് നമുക്ക് 4K വീഡിയോ ആണെങ്കിലും സ്ലോ മോഷൻ വീഡിയോ ആണെങ്കിലും എല്ലാം നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഇതേപോലെ തന്നെ 4K വീഡിയോയുടെ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. സൂപ്പർ സ്ലോ മോഷൻ ഓപ്ഷൻ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ അല്ല. പക്ഷേ സ്ലോ മോഷൻ വീഡിയോ അതുപോലെ തന്നെ 4K വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഫ്രണ്ട് ക്യാമറയിലും സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ ഇമേജസും വീഡിയോസും നമുക്കിനി കണ്ടു നോക്കാം. ഫ്രണ്ട് ക്യാമറയിൽ നോർമൽ മോഡിലെടുത്ത ഒരു ഇമേജാണ്, ഒരു സെൽഫി ഇമേജാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഓവറായിട്ടൊരു എക്സ്പോസറൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ല ട്രൂ കളർ ഡെപ്തോട് കൂടിയിട്ടുള്ള ഒരു സെൽഫി ഇമേജാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വൈഡ് ആംഗിൾ സെൽഫി ഇമേജ് ആണ്. നമുക്ക് വൈഡ് ആംഗിൾ ഓപ്ഷനും നമുക്ക് സെൽഫി ക്യാമറയിൽ അവൈലബിൾ ആണ്. ആ ഓപ്ഷനിലെടുത്ത ഒരു ഇമേജ് ആണ്. ഇവിടെ നമുക്ക് നല്ലൊരു ഇമേജ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രൂപ്പ് സെൽഫി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു സെൽഫി വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മൾ ഫുൾ HDയിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും സാംസങ് M31 എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുക്കുന്ന ഒരു 4K വീഡിയോ ആണ്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം മിക്ക ഫോണുകളിലും ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ എന്നൊരു ഓപ്ഷൻ ഇത്രയും ഒരു ബഡ്ജറ്റിൽ, അതായത് ഒരു 15 രൂപ ബഡ്ജറ്റിൽ കാര്യമായ ഫോണുകളിലൊന്നും ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നെഗറ്റീവ് പറയാനായിട്ട് സാധിക്കില്ല സാംസങ് M31. നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നല്ല സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനും നമുക്ക് സാംസങ് M31 സാധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ലോ മോഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡേ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് സാംസങ് M31 വളരെ നല്ല ഒരു റിസൾട്ട് തന്നെയാണ് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് സാംസങ് മുമ്പ് ഇറങ്ങിയ സാംസങ് M30Sനേക്കാളും കുറേം കൂടി ഒരു അപ്ഗ്രേഡ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ നമ്മൾ ഡേ ലൈറ്റ് കണ്ടീഷനാണ് ഇതുവരെ കണ്ടത്. അപ്പോൾ നമുക്കിനി ലോ ലൈറ്റ് കണ്ടീഷനിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ലോ ലൈറ്റ് കണ്ടീഷനിൽ നോർമൽ മോഡിലെടുത്ത ഇമേജ് സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ്. നല്ല ഫൈൻ ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നൈറ്റ് മോഡിലെടുത്ത ഒരു ഇമേജ് സാമ്പിളാണ്.
നമ്മളിവിടെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് നോർമൽ മോഡിൽ നമ്മൾ നൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോഴും നൈറ്റ് മോഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും ചെറിയ വ്യത്യാസമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യത്യാസം വരും, അത്ര മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിൽ ഒരു എബോവ് ആവറേജ് വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് റിയർ ക്യാമറ യൂസ് ചെയ്ത്. നമുക്ക് ഒരുപാട് നല്ല റിസൾട്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല, എന്നിരുന്നാലും ഒരു എബോവ് ആവറേജ് റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലെടുത്ത സെൽഫി ഇമേജും വീഡിയോയും നമുക്ക് നോക്കാം. സെൽഫി ഇമേജ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഇമേജ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇമേജാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു കളറിങ് കാര്യങ്ങളൊക്കെ ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെൽഫി വീഡിയോ ആണെങ്കിലും ലോ ലൈറ്റ് കണ്ടീഷനിൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവറോൾ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഉള്ളൊരു ഫോണായിട്ട് തന്നെയാണ് നമുക്ക് സാംസങ് M31 നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് റീസെൻ്റ്ലി വരാനായിട്ട് കുറച്ചധികം ഫോണുകൾ ഇരിക്കുന്നുണ്ട്. അതായത് ഇപ്പം റിയൽമിയുടെ 6 Pro എന്ന വേരിയൻറ്റുകൾ ഇപ്പോൾ ഈ വരും ദിവസങ്ങളിൽ തന്നെ ലോഞ്ച് ചെയ്ത് അതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ കണ്ടതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ പെർഫോമൻസും ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ തന്നെ ഫോണുകൾ അധികം വരുന്നുണ്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെ റെഡ്മിയുടെ എല്ലാവരും കാത്തിരിക്കുന്ന നോട്ട് 9 സീരീസ്, നോട്ട് 9ഉം നോട്ട് 9 പ്രോയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് ഇതേ സെഗ്മെൻറ്റ് തന്നെയാണ്, ഈ സാംസങ് M31 സെഗ്മെൻറ്റ് തന്നെയാണ് ആ ഫോണുകളും. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഫോണുകളും കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് അറിയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ നമുക്ക് ഏകദേശം മാർച്ച് പകുതിയോട് കൂടി ഈ പറയുന്ന എല്ലാ ഫോണുകളും നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്നതാണ്. ഈ സാംസങ് M31ഉം ആ ഫോണുകളും തമ്മിലുള്ള കമ്പാരിസൺ, അതായത് ക്യാമറ ആണെങ്കിലും മറ്റ് കമ്പാരിസൺ ആണെങ്കിലും നമ്മൾ ആ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സാംസങ് M31 നിലവിൽ ഇപ്പോൾ ആ ഫോണുകൾ നമ്മുടെ എത്താത്തത് കൊണ്ടും ഇറങ്ങാത്തത് കൊണ്ടും നിലവിൽ എന്താ തന്നെയാണെങ്കിലും നമുക്ക് വളരെ നല്ലൊരു ക്യാമറ ഫോൺ തന്നെയാണ്. നമുക്കിപ്പോൾ ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ബാക്ക് ക്യാമറ ആണെങ്കിലും ഡേ ലൈറ്റ് ആണെങ്കിലും ലോ ലൈറ്റ് കണ്ടീഷൻ ആണെങ്കിലും ഒരു ഓവറോൾ ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാംസങ് M31 നല്ലൊരു ക്യാമറ ഫോണാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് സാംസങ് M31 മറ്റു റിവ്യൂകൾ കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് 6 Proയും അതുപോലെ തന്നെ റിയൽമി 6ഉം റെഡ്മി നോട്ട് 9 Pro എല്ലാം വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂകളൊക്കെ നോക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലിൽ എല്ലാ ആഴ്ചയും പുതിയ ഗീവ്അവേകളും നമ്മൾ പരമാവധി നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.